വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7ന്റെ സയൻസ് ചാപ്റ്റർ 3യുടെ പാർട്ട് 2 ആണ്. ഇതിൻ്റെ പാർട്ട് 1 തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ ദയവായി ആ വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേരായിരുന്നു ഫൈബർ ടു ഫാബ്രിക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നത് നാച്ചുറൽ ഫൈബേഴ്സ് ആനിമൽസിൽ നിന്ന് ലഭിക്കുന്നതാണ്. വൂൾ ആൻഡ് സിൽക്ക്. ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങനെയാണ് വൂൾ ഫോം ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാമാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൽക്കിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് സിൽക്ക് ലഭിക്കുന്നത്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് ഫൈബേഴ്സ് ആക്കി മാറ്റുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. സിൽക്ക് ഫൈബർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കൊക്കൂൺ ഓഫ് ദി സിൽക്ക് മോത്ത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു സിൽക്ക് ഫൈബർ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, സിൽക്ക് മോത്തിൻ്റെ കൊക്കൂണിൽ നിന്നാണ് ലഭിക്കുന്നത്. ദ റെയറിംഗ് ഓഫ് സിൽക്ക് വേംസ് ടു ഒബ്റ്റെയിൻ സിൽക്ക് ഈസ് ടേംഡ് ആസ് സെറികൾച്ചർ. അപ്പോൾ ഈ സിൽക്ക് ലഭിക്കാൻ വേണ്ടി സിൽക്ക് വേംസിനെ വളർത്തുന്നതിനെ പറയുന്ന പേരാണ് സെറികൾച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയറിംഗ് ഓഫ് സിൽക്ക് വേംസ് ടു ഒബ്റ്റെയിൻ സിൽക്ക്. നമുക്ക് സിൽക്ക് ഫൈബേഴ്സ് ലഭിക്കുന്നതിനായി നാം സിൽക്ക് വേംസിനെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. The silk fibers so obtained are weaved to make silk cloth. അപ്പോൾ ഈ സെറികൾച്ചർ വഴി നമുക്ക് ലഭിക്കുന്ന സിൽക്ക് ഫൈബേഴ്സ് ആണ് സിൽക്ക് ക്ലോത്ത് ഉണ്ടാക്കാൻ പിന്നീട് ഉപയോഗപ്പെടുത്തുന്നത്. ടസർ സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക്, മൾബറി സിൽക്ക് ആർ ദ മോസ്റ്റ് കോമൺലി നോൺ സിൽക്ക് വെറൈറ്റീസ്. നമുക്ക് ലഭ്യമായിട്ടുള്ള സിൽക്ക് വെറൈറ്റീസിൽ പ്രധാനപ്പെട്ടതാണ് ടസർ സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക് ആൻഡ് mulberry silk. The most common silk moth among all is the mulberry silk moth, which is soft, lustrous and elastic and can be dyed into beautiful colors. ഈ പറഞ്ഞ 4 സിൽക്കുകളിലും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ്? മൾബറി സിൽക്കാണ്. അതിൻ്റെ കാരണം എന്താണ്? അത് സോഫ്റ്റ് ആണ്, ലസ്ട്രസ് ആണ്. ലസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ളതാണ്, ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ്. പിന്നീട് നമുക്ക് വ്യത്യസ്തമായ കളറുകൾ ധാരാളമായി അവയിലേക്ക് ചേർക്കാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട 4 സിൽക്കുകൾ ടസർ സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക്, മൾബറി സിൽക്ക്. ഇവയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നതും പ്രധാനപ്പെട്ടതും ഏതാണ്? മൾബറി സിൽക്ക്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സിൽക്ക് വോംസും അവയുടെ ഹോസ്റ്റ് എന്നാൽ അവ ഏതു തരം മരത്തിലാണ് വളരുന്നതെന്ന് നോക്കാം. ആദ്യമായി മൾബറി സിൽക്ക് വോം, പേരിൽ തന്നെയുണ്ട്, മൾബറി മരത്തിലാണ് അത് വളരുന്നത്. രണ്ടാമത്തത് എറി സിൽക്ക് വോം, വളരുന്നത് കാസ്റ്റർ ട്രീയിലാണ്. എറി സിൽക്ക് വോം വൈൽഡ്, രണ്ടും കാസ്റ്റർ മരത്തിൽ തന്നെയാണ് വളരുന്നത്. ആദ്യത്തേത് ഡൊമസ്റ്റിക്കേറ്റഡ്, നമ്മൾ വളർത്തുന്നത്. രണ്ടാമത്തത് വൈൽഡ്, കാടുകളിൽ കാണപ്പെടുന്നത്. രണ്ടിൻ്റെയും ഹോസ്റ്റ് ട്രീ ഏതാണ്? കാസ്റ്റർ. അടുത്തത് ചൈനീസ് ടസാർ സിൽക്ക് വോം ആൻഡ് ജാപ്പനീസ് ടസാർ സിൽക്ക് വോം. രണ്ടും വൈൽഡ് തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്ക് ആൻഡ് അതർ അലീഡ് സ്പീഷ്യസിൽ പെടുന്ന മരങ്ങളിലാണ്. ഓക്കിലും അതർ അലീഡ് സ്പീഷ്യസിലും പെടുന്ന മരങ്ങളിലാണ് ഈ 2 തരത്തിലുള്ള സിൽക്ക് വോംസും കാണപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ടസാർ സിൽക്ക് വോം വൈൽഡ് തന്നെയാണ്, ഇവ ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല, കാടുകളിലാണ് കാണപ്പെടുന്നത്. മെയിൻ ഹോസ്റ്റ് ഏതാണ്? ടെർമിനാലിയ എന്ന മരത്തിലാണ് ഇന്ത്യൻ ടസാർ സിൽക്ക് വോം കാണപ്പെടുന്നത്. അവസാനം മുഗ സിൽക്ക് വോം കാണപ്പെടുന്നത് സോം എന്ന് പറഞ്ഞ ട്രീയിലാണ്. അപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മൾബറി സിൽക്ക് വോം, മൾബറി, എറി സിൽക്ക് വോം, കാസ്റ്റർ, ചൈനീസ് ടസാർ സിൽക്ക് വോം ആൻഡ് ജാപ്പനീസ് ടസാർ സിൽക്ക് വോം, ഓക്ക് ആൻഡ് അതർ അലീഡ് സ്പീഷ്യസ്, മുഗ സിൽക്ക് വോം സോം, ഇന്ത്യൻ ടസാർ സിൽക്ക് വോം ടെർമിനാലിയ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാം ലൈഫ് സൈക്കിൾ ഓഫ് എ സിൽക്ക് വോം. ഒരു സിൽക്ക് വോമിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഫീമെയിൽ സിൽക്ക് മോത്ത് ലേസ് എഗ്. അപ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള സിൽക്ക് മോത്ത് മുട്ടകൾ ധാരാളമായി ഇടുന്നു. അവ വിരിഞ്ഞുണ്ടാകുന്ന ലാർവയെ പറയുന്ന പേരാണ് കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേം എന്നുള്ളത്. അപ്പോൾ സിൽക്ക് വേം എന്നാൽ സിൽക്ക് മോത്തിൻ്റെ ലാർവയെ പറയുന്ന പേരാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് കാറ്റർപില്ലർ. and hatches out from the egg and grown in size. അവ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരികയും വലുതാവുകയും ചെയ്യുന്നു. As soon as the caterpillar gets ready to develop into pupa, it first weaves a net
to hold itself and swings its head from side to side in the form of the figure. അപ്പോൾ ഈ കാറ്റർപില്ലർ പിന്നീട് എന്തായിട്ടാണ് മാറുന്നത്? ഒരു പ്യൂപ്പ ഫോമിലേക്കാണ് മാറുന്നത്. അപ്പോൾ ആദ്യമായി ഇവ തന്നെ ഉണ്ടാക്കുന്നത് ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. കാരണം പ്യൂപ്പയായി കഴിഞ്ഞാൽ ഇവയെ ഒരു ലീഫിൻ്റെ അടിയിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ്? ആ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ അവ ഫസ്റ്റ് എന്ത് ഫോം ചെയ്യുന്നു? എ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ടു ഹോൾഡ് ഇറ്റ് സെൽഫ് ആൻഡ് സ്വിങ്സ് ഇറ്റ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്. ഡ്യൂറിംഗ് ദീസ് മൂവ്മെന്റ്സ് ദ caterpillar secretes fiber made of a protein that hardens on exposure to air and becomes silk fiber. അപ്പോൾ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നു, അതായത് നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഒരു ഇലയുടെ അടിയിലാണ് അവയെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവ ഇങ്ങനെ സ്വിങ് ചെയ്യുമ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഈ കാറ്റർപില്ലർ ഒരു ഫൈബർ എന്താണ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൈബർ സെക്രീറ്റ് ചെയ്യുന്നു, പുറപ്പെടുവിക്കുന്നു. ദാറ്റ് ഹാർഡൻസ് ഓൺ എക്സ്പോഷർ ടു എയർ ആൻഡ് ബിക്കംസ് സിൽക്ക് ഫൈബർ. അപ്പോൾ ഇവ എയറുമായി എക്സ്പോഷറിൽ വരുമ്പോൾ, എയറുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹാർഡൻ കട്ടി കൂടുകയും അത് സിൽക്ക് ഫൈബറായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സിൽക്ക് ഫൈബറായി മാറുന്നത്? കാറ്റർപില്ലർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫൈബറാണ് പിന്നീട് എക്സ്പോഷർ ഓഫ് എയർ കൊണ്ടിട്ട് സിൽക്ക് ഫൈബറായി മാറുന്നത്. ദ കാറ്റർപില്ലർ സൂൺ കവേഴ്സ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ്ലി ബൈ എ കവറിംഗ് ഓഫ് സിൽക്ക് ഫൈബേഴ്സ് നോൺ ആസ് കൊക്കൂൺ. പിന്നീട് ഈ കാറ്റർപില്ലേഴ്സ് എന്താണ്? സിൽക്ക് ഫൈബേഴ്സ് വഴി ഫുള്ള് കവർ ചെയ്യപ്പെടുന്നു. അതിനെയാണ് എന്തു പറയുന്നത്? കൊക്കൂൺ എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവയായ സിൽക്ക് വേം എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു കൊക്കൂണായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യപ്പെടുന്നു. ദ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദ മോത്ത് കണ്ടിന്യൂസ് ഇൻസൈഡ് ദ കൊക്കൂൺ. പിന്നീട് ഈ സിൽക്ക് വേം ഒരു സിൽക്ക് മോത്തായി മാറുന്ന പ്രോസസ്സ് നടക്കുന്നത് ഈ കൊക്കൂണിൻ്റെ അകത്താണ്. ഈ ഒരു ലൈഫ് സൈക്കിളിൽ വരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്നത്. സിൽക്ക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ടു വീവിങ് സിൽക്ക് ക്ലോത്ത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കൊക്കൂണിൽ നിന്നാണ് നമുക്ക് സിൽക്ക് ലഭിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് ലഭിക്കുന്ന സിൽക്ക് ഫൈബേഴ്സ് ക്ലോത്ത് ഉണ്ടാക്കാനായി, വസ്ത്രങ്ങൾ നെയ്തെടുക്കുവാനായി ഉപയോഗിക്കുന്നു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതൊരു ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. ആദ്യം ഒരു അഡൽട്ട് മോത്ത്, ഫീമെയിൽ മോത്ത് ലേസ് മെനി ടൈനി എഗ്സ്. അപ്പോൾ ധാരാളം മുട്ടകൾ ഇടുന്നു. ഈ മുട്ടകൾ വിരിഞ്ഞ് കാറ്റർപില്ലേഴ്സ് അല്ലെങ്കിൽ സിൽക്ക് വേംസ് പുറത്തു വരുന്നു. ദെൻ ഇവ 3-4 ആഴ്ചകൾ മൾബറി ലീവ്സ് തിന്ന് ജീവിക്കുന്നു. ഈച്ച് ഓഫ് ദം ദെൻ സ്പിൻസ് എ കൊക്കൂൺ അറൗണ്ട് ഇറ്റ് സെൽഫ്. ആ 3-4 ആഴ്ചകൾക്ക് ശേഷം ഓരോ സിൽക്ക് വേമും അല്ലെങ്കിൽ ഓരോ കാറ്റർപില്ലറും എന്ത് ഫോം ചെയ്യുന്നു? കൊക്കൂൺ ഫോം ചെയ്യുന്നു. ദെൻ പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറുന്നു. ദെൻ ദ കാറ്റർപില്ലർ ചേഞ്ചസ് ഇൻ ടു എ പ്യൂപ്പ ഇൻസൈഡ് ദ കൊക്കൂൺ. അത് കഴിഞ്ഞിട്ട് പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞാൽ സിൽക്ക് വേം പിന്നീട് എന്തായി മാറുന്നു? സിൽക്ക് മോത്തായിട്ട് മാറുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് എന്തിൻ്റെ അകത്താണ്? ഈ കൊക്കൂണിൻ്റെ അകത്താണ്. ഈ കൊക്കൂൺ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സിൽക്ക് ഫൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി പ്രോസസ്സിംഗ് ഓഫ് കൊക്കൂൺ ടു സിൽക്ക്. ഈ കൊക്കൂൺ കളക്ട് ചെയ്ത് എങ്ങനെയാണ് സിൽക്കാക്കി മാറ്റുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. The first step towards obtaining silk is rearing of silkworm done when mulberry trees bear a fresh crop of leaves. അപ്പോൾ സിൽക്ക് ലഭിക്കാനുള്ള ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ഈ സിൽക്ക് വേംസിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സിൽക്ക് ഏതാണെന്നാണ് പറഞ്ഞത്? മൾബറി സിൽക്ക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൾബറി ലീവ്സിൽ വളരുന്ന സിൽക്ക് വേംസിനെയാണ് നാം വളർത്തിയെടുക്കുന്നത്. അതിൻ്റെ സമയം എപ്പോഴാണ്? ഈ മൾബറി ട്രീയിൽ നല്ല ഫ്രഷ് ലീവ്സ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്താണ് മൾബറി സിൽക്ക് വേംസിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ദ ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ് ലേഡ് ബൈ ഫീമെയിൽ സിൽക്ക് മോത്ത് ആർ സ്റ്റോർഡ് കെയർഫുള്ളി on a strip of cloth or paper and are then sold to silkworm farmers where the eggs are kept under hygienic and suitable conditions of temperature and humidity for their proper growth. അപ്പോൾ 100 കണക്കിന് മുട്ടകൾ സിൽക്ക് മോത്ത് ഇടുന്നു. അവ കളക്ട് ചെയ്തെടുത്തിട്ട് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സിൽക്ക് വേം ഫാർമേഴ്സിന് കൊടുക്കുന്നു. ദെൻ അവ ഹൈജീനിക് ആൻഡ് സ്യൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ, അവ വിരിയാൻ ആവശ്യമായ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻസിലേക്കും പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിലും ഈ മുട്ടകൾ സൂക്ഷിക്കുന്നു.
then they are warmed to a suitable temperature. അതിനുശേഷം അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നു, ടെമ്പറേച്ചർ നൽകുന്നു. This enables the larva to hatch from the eggs. അതുമൂലം തന്നെ ഈ എഗ്സിൽ നിന്നും എന്ത് പുറത്തേക്ക് വരുന്നു? ലാർവ പുറത്തേക്ക് വരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേംസ് എന്ന് പറയുന്നത്. The larva, also known as caterpillar or silkworms, are kept in bamboo trays and are served with freshly chopped mulberry leaves. അപ്പോൾ ബാംബൂ ട്രേസിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. പിന്നീട് അവയ്ക്ക് എന്തും കൊടുക്കുന്നുണ്ട്? ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത മൾബറി ലീവ്സ് ധാരാളമായി കൊടുക്കുന്നു. ദേ ഈറ്റ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഇൻക്രീസ് എ ലോട്ട് ഇൻ സൈസ്. ഈ മൾബറി ലീവ്സ് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇവ ധാരാളം അവ കഴിക്കുകയും ഡേ ബൈ ഡേ ഇവ സൈസ് വളരെയധികം വലുതായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ആ മൾബറി ട്രീയിൽ നിന്നും നമ്മൾ അതിൻ്റെ ഇലകൾ, ഫ്രഷ് ഇലകൾ ധാരാളമായി കളക്ട് ചെയ്യുന്നു. പിന്നീട് സിൽക്ക് മോത്തിട്ട മുട്ടകൾ കളക്ട് ചെയ്യുന്നു. അവ വിരിഞ്ഞു കഴിയുമ്പോൾ ഈ മൾബറി ട്രീയുടെ ലീവ്സ് കാറ്റർപില്ലേഴ്സിന് കൊടുക്കുന്നു. അവ ഭക്ഷിക്കുന്നു. 3-4 ആഴ്ചകൾക്ക് ശേഷം ഇവ നല്ല സൈസായി വളരുകയും പിന്നീട് കൊക്കൂൺസ് ഫ്യൂം ചെയ്ത് പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യുന്നു. നമ്മൾ ആ കൊക്കൂൺ പിന്നീട് അവ സിൽക്ക് മോത്തായി കൺവേർട്ട് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്നു. എന്ത്? കൊക്കൂൺ കളക്ട് ചെയ്യുന്നു. പിന്നീട് സിൽക്ക് ഫൈബേഴ്സ് അതിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്നു. After 25 and 30 days, the silkworm stop eating and move to a tiny chamber of bamboo in the tray, having small rags or twigs to spin cocoon. അപ്പോൾ ഒരു 25-30 ദിവസം 3-4 ആഴ്ചകൾക്ക് ശേഷം ഈ സിൽക്ക് വേംസ് അതിൻ്റെ മൾബറി ലീവ്സ് തിന്നുന്ന പ്രോസസ്സ് നിർത്തുകയും പിന്നീട് എന്ത് ഫോം ചെയ്യുകയും ചെയ്യുന്നു? കൊക്കൂൺ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ ബാംബൂ ട്രേ അല്ലെങ്കിൽ ബാംബൂ ചേംബറിൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. The silkworm spins the cocoon inside, which further development into the silk moth takes place. അപ്പോൾ ഈ കൊക്കൂണിൻ്റെ അകത്ത് തന്നെയാണ് ഈ സിൽക്ക് വേം പിന്നീട് സിൽക്ക് മോത്തായി മാറുന്ന പ്രക്രിയ നടക്കുന്നത്. Step 2. The second step towards obtaining silk is the processing of silk. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്സിംഗ് ഓഫ് സിൽക്ക് ആണ്. എങ്ങനെ ഈ കൊക്കൂണിനെ സിൽക്കാക്കി മാറ്റിയെടുക്കാമെന്നാണ് നോക്കുന്നത്. The pile of cocoons used to obtain silk fibers are kept under the sun or boiled or else exposed to steam to separate the silk fibers. അപ്പോൾ നമുക്ക് ഇങ്ങനെ ധാരാളമായി എന്ത് ലഭിക്കുന്നു? കൊക്കൂൺസ് ലഭിക്കുന്നു. കാരണം ഈ സിൽക്ക് വേംസ് സിൽക്ക് മോത്തായി കഴിഞ്ഞാൽ ആ കൊക്കൂൺസ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന കൊക്കൂൺസ് നമ്മൾ എടുത്ത് കളക്ട് ചെയ്യുകയും പിന്നീട് ഇവയാണ് സിൽക്ക് ഫൈബേഴ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നത്. അങ്ങനെ സിൽക്ക് ഫൈബേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്ത കൊക്കൂൺസ് ചൂട് കൊടുക്കുന്നു. ഒന്നല്ലെങ്കിൽ കെപ്റ്റ് അണ്ടർ ദ സൺ, അല്ലെങ്കിൽ ബോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എക്സ്പോസ്ഡ് ടു സ്റ്റീം. എന്തിനാണത്? ഈ കൊക്കൂണിൽ നിന്നും സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റീലിംഗ് ദ സിൽക്ക്. അപ്പോൾ റീലിംഗ് ദ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കൂണിൽ നിന്നും സിൽക്ക് ഫൈബേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവയെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീലിംഗ് ഓഫ് ദ സിൽക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഡൺ ബൈ യൂസിങ് മെഷീൻസ് വിച്ച് അൺവിൻസ് ദ ത്രെഡ് ഓർ ഫൈബേഴ്സ് ഓഫ് സിൽക്ക് ഫ്രം ദ കൊക്കൂൺ. അത് കഴിഞ്ഞിട്ട് മെഷീൻ ഉപയോഗിച്ച് ഈ കൊക്കൂണിൽ നിന്നുള്ള സിൽക്ക് ഫൈബേഴ്സ് അല്ലെങ്കിൽ ത്രെഡ്സ് നമ്മൾ അൺവിൻഡ് ചെയ്തെടുക്കുന്നു. അൺവിൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവയിൽ നിന്നും അഴിച്ച് മാറ്റുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. വിച്ച് ആർ സ്പൺ ഇൻ ടു സിൽക്ക് ത്രെഡ്സ്. അതിനുശേഷം അവ സിൽക്ക് ത്രെഡ്സ് ആയി ചുറ്റിയെടുക്കുന്നു, നെയ്തെടുക്കുന്നു. ആൻഡ് ആർ വോവൺ ഇൻ ടു സിൽക്ക് ക്ലോത്ത് ബൈ ദ വീവേഴ്സ്. അതിനുശേഷം ഈ വീവേഴ്സ് ഇത് സിൽക്ക് ക്ലോത്ത് ആക്കി മാറ്റുകയും ചെയ്യുന്നു. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒരു ഹെഡിങ് കൂടെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒക്യുപേഷണൽ ഹസാർഡ് എന്താണെന്ന് നോക്കാം. വൂൾ ഇൻഡസ്ട്രി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് വൂൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പേർക്ക് ജോലി നൽകുന്ന, ജീവിതം നൽകുന്ന ഒരു ജോലിയാണ്. ബട്ട് സോട്ടേഴ്സ് ജോബ് ഈസ് റിസ്കി ആസ് സം ടൈംസ് ദേ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ ദ ബാക്ടീരിയം ആന്ത്രാക്സ്. അപ്പോൾ ഈ
വൂള് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എന്ത് രോഗം? ആന്ത്രാക്സ്. അതൊരു ബാക്ടീരിയ ഡിസീസ് ആണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. വിച്ച് കോസസ് എ ഫേറ്റൽ ബ്ലഡ് ഡിസീസ് കോൾഡ് സോട്ടേഴ്സ് ഡിസീസ്. ഈ ആന്ത്രാക്സ് ബാധിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് കാരണമാകുന്നത്? ഒരു ഫേറ്റൽ, ഒരു മാരകമായ ബ്ലഡ് ഡിസീസിനാണ് കാരണമാകുന്നത്. അതിൻ്റെ പേരാണ് സോട്ടേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. സച്ച് റിസ്ക് ഫേസസ് ബൈ ദ വർക്കേഴ്സ് ഇൻ എനി ഇൻഡസ്ട്രി ആർ കോൾഡ് ഒക്യുപേഷണൽ ഹസാർഡ്. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് എന്തു പറയുന്നത്? ഒക്യുപേഷണൽ ഹസാർഡ്സ്. രോഗങ്ങൾ മാത്രമല്ല, എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങൾ എന്തുണ്ടായാലും ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവ ഉണ്ടാകുന്നതെങ്കിൽ അവയെ പറയുന്നതാണ് ഒക്യുപേഷണൽ ഹസാർഡ്. ആന്ത്രാക്സ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സോട്ടേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞത് വൂൾ ഇൻഡസ്ട്രി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. കാരണം നാം ഈ ചാപ്റ്ററിൽ പഠിച്ചത് വൂൾ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ആദ്യം. അതുകൊണ്ടാണ് ഇവിടെ ആന്ത്രാക്സിന്റെ കാര്യം പറഞ്ഞത്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒക്യുപേഷണൽ ഹസാർഡ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നാം പറഞ്ഞത് എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് എന്താണെന്ന് പറഞ്ഞു. നാം ഈ ചാപ്റ്ററിൽ പഠിച്ചത് നാച്ചുറൽ ഫൈബേഴ്സ് ഒബ്റ്റെയിനിങ് ഫ്രം ദി ആനിമൽസ്. ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. പാർട്ട് 1 പറഞ്ഞത് വൂളിനെ കുറിച്ചാണ്. പിന്നീട് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്താണെന്ന് പറഞ്ഞു. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷീപ്പിനെ അല്ലെങ്കിൽ ഗോട്ടിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ്. അവയിൽ നിന്നും പ്രോസസ്സിംഗ് ഓഫ് ഫൈബേഴ്സ് ടു വൂൾ, അതിൽ നിന്ന് നമ്മൾ ഫ്ലീസ് എല്ലാം കളക്ട് ചെയ്ത് ആ ഫൈബേഴ്സിനെ എങ്ങനെ വൂൾ ആക്കി മാറ്റുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. അതിലെ ചില പ്രോസസ്സുകളായിരുന്നു ഷിയറിംഗ്, സ്കൗറിംഗ് എന്നിവ. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കൊക്കൂണിൽ നിന്നും നമുക്ക് എങ്ങനെ സിൽക്ക് ലഭിക്കുന്നു, പിന്നീട് ആ സിൽക്കിനെ എങ്ങനെ സിൽക്ക് ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു എന്നതാണ്. അതിൻ്റെ ഇടയിൽ ലൈഫ് സൈക്കിൾ ഓഫ് സിൽക്ക് മോത്തും പഠിച്ചു. അവസാനം പഠിച്ചതാണ് പ്രോസസ്സിംഗ് ഓഫ് കൊക്കൂൺ ടു സിൽക്ക്. ഈ കൊക്കൂൺ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെ സിൽക്ക് ഫൈബേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു എന്ന്. പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.